Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good ma'am. Happy Vishu, ma'am. Okay. I think ഇന്ന് വിഷു ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഹാങ് ഓവറിലായിരിക്കും കുറെ പേരൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു? വിഷു ഒക്കെ നന്നായി ആഘോഷിച്ചോ? Yes. Happy Vishu, ma'am. ഹാപ്പി വിഷു. വിഷു ഒക്കെ നന്നായി ആഘോഷിച്ചോ? Yes, same to you. നിങ്ങള് എന്താ പറയാ കുറെ പേരൊക്കെ 10-70 പേരൊക്കെ ഉണ്ടാവുന്ന ക്ലാസ് ആയിരുന്നു. ഐ തിങ്ക് ഇന്നിപ്പോ വളരെ കുറച്ച് പിള്ളേരേ ഉള്ളൂ. ഐ തിങ്ക് അതിന്റെ ഒരു 1/3 ആളുകളെ ഉള്ളൂ എന്നാ തോന്നുന്നത്. അപ്പൊ കുറെ പേരൊക്കെ ചിലപ്പോ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി വീടുകളിലേക്ക് പോയിട്ടുണ്ടാവും, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ എന്തായാലും ബാക്കിയുള്ളവരെ വെച്ച് നമുക്ക് എന്തായാലും ക്ലാസ്സുകൾ മുന്നോട്ട് പോകണമല്ലോ അല്ലെ? ഉള്ളവര് വെച്ചായാലും നമുക്ക് ക്ലാസ്സുകൾ എടുക്കണം. അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. ഇനിയുള്ള ദിവസങ്ങളൊക്കെ കുറച്ച് എന്താ പറയാ ആഘോഷമൊക്കെ ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ചില സ്ട്രെങ്ത് കുറവായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുക. എന്തായാലും ഇത് വന്നവർക്ക് എന്തായാലും എന്താ പറയാ എഫേർട്ട് എടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ക്ലാസ് കൊടുക്കാതെ എന്നാൽ ശരിയാവില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താ പറയാ ഇന്നത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ഫ്രൈഡേ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, തേഴ്സ്ഡേ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് മോർണിംഗിൽ നമ്മളുടെ എന്താ പറയാ ഒറ്റ ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ അത് അറിയില്ല, ചോദിച്ചു നോക്കാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും, വെനസ്ഡേ അറിയിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഉണ്ടാകും എന്നാണ് എന്നോട് പറഞ്ഞേക്കണത്. എന്തെങ്കിലും ഇതുപോലെ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അറിയില്ല എങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സസിനെ മൊത്തം മാനേജ് ചെയ്യുക എന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് വളരെ എന്താ പറയാ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി, ഒരു മാനേജ്മെന്റ് കാര്യം കൂടിയാണ്. പലതരത്തിലുള്ള ഓർഗനൈസേഷൻസിലും ഈവൻ ഹോസ്പിറ്റൽസില് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മാനേജ്മെന്റ് കൂടിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് എങ്ങനെയാണ് ഇന്നത്തെ ആ ഡെവലപ്ഡ് രീതിയിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ലെവലിലേക്ക് എത്തിയത്? ആൻഡ് വിച്ച് വാസ് ബേസ്, അത് പലതിന്റെയും ബേസിക് ആയിട്ട് പല മോഡൽസും അതുപോലെ നേരത്തെ ആദ്യം എന്താ പറയാ ഒരുപാട് ആളുകൾ അതിന് മുൻകൈ എടുത്ത് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യണം എന്നുള്ള ഓരോ ഓർഗനൈസേഷനിൽ ഇപ്പൊ ഓർഗനൈസേഷൻസിന്റെ വലിപ്പങ്ങൾ കൂടിപ്പോഴാണ് ഈ ഒരു മാനേജ്മെന്റിന്റെ ആവശ്യകത വന്നത്. കാരണം ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഇന്ന് നടക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ എന്താ പറയാ ചെറിയ തോതിലുള്ള വലിയ തോതിലുള്ള ബിസിനസ്സുകളാണ് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം വലിയ ബിസിനസിന്റെ സൈസ് വലിപ്പം കൂടുന്നതനുസരിച്ച് ഇറ്റ് റിക്വയർസ് മോർ എംപ്ലോയീസ് അല്ലെ? തീർച്ചയായിട്ടും അവിടെ കൂടുതൽ ജോലിക്കാരെ ആവശ്യം വേണ്ടി വരും. അപ്പൊ കൂടുതൽ എംപ്ലോയീസ് വരുമ്പോ അവിടെ കൂടുതൽ പല പ്രശ്നങ്ങളും അല്ലെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മ്യൂട്ട് ചെയ്യാം സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ? ഓക്കെ, യെസ്, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല പ്രശ്നങ്ങൾ, ഇഷ്യൂസ് എംപ്ലോയീസ് തമ്മിൽ, എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ, ട്രേഡ് യൂണിയൻസ് എല്ലാം അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഷുഡ് ബി മാനേജ്ഡ്. ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ആളുകൾ മനസ്സിലാക്കിയത്. സോ അതിന് വേണ്ടിയിട്ട് മോഡൽസ് ആയിട്ട് കുറച്ച് മോഡലുകളൊക്കെ ഓരോരോ ആളുകളോ അല്ലെങ്കിൽ വ്യക്തികളോ അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസോ പഠനങ്ങൾ നടത്തി എന്ത് ചെയ്തു, കുറെ മോഡൽസ് കൊണ്ടുവന്നു. അതിൽ 4 മോഡലുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്?
ഫോംബ്രൺ മോഡൽ. 4 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിൽ ബേസ്ഡ് ആണ് ഫോംബ്രൺ മോഡൽ എന്ന് പറയുന്ന മോഡല്. അതൊരു ഏർലിയസ്റ്റ് മോഡലാണ്. അതിൽ എന്താ പറയാ ബേസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്. അതായത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ട അപ്രൈസൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ആക്കിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതകൾ, പിന്നെ അവർക്ക് വേണ്ട റിവാർഡുകൾ, റീസണബിൾ ആയിട്ടുള്ള വേജസ്, സാലറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ 4 ഫംഗ്ഷൻസിൽ ബേസ്ഡ് ആണ് ഏത് ഫോംബ്രൺ മോഡൽ എന്ന് പറയുന്ന ഫസ്റ്റ് മോഡൽ. സെക്കൻഡ് മോഡൽ ഏതായിരുന്നു? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത 1984 തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മറ്റൊരു മോഡലാണ് എന്താ പറയാ ഹാർവാർഡ് മോഡൽ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 1984 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അണ്ടർ ദ എന്താ പറയുക ലീഡർഷിപ്പ് ഓഫ് മെനി എക്സ്പേർട്സ് വിച്ച് വാസ് ലെഡ് ബൈ മൈക്കൽ ബെയർ. മൈക്കൽ ബെയർ എന്ന് പറയുന്ന എക്സ്പേർട്ട്, അദ്ദേഹത്തിന്റെ ഒപ്പം കുറെ ലീഡേഴ്സ് ഒക്കെ കൂടി ചേർന്ന്, കുറെ ആളുകളൊക്കെ കുറെ എക്സ്പേർട്സുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് അങ്ങനെ ഒരു മോഡലിന് രൂപം കൊടുത്തത്. ഏത് മോഡലിന്? ഹാർവാർഡ് മോഡലിന്. ഈ ഹാർവാർഡ് മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്പറേറ്റഡ് ഓൺ 5 significant components. 5 പ്രധാനപ്പെട്ട കമ്പോണൻസിന്റെ ബേസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ആ ഒരു മോഡൽ പറയുന്നത്. അതൊക്കെയായിരുന്നു 5 കമ്പോണൻസ്: സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM ഔട്ട്കംസ് ആൻഡ് ഓൾസോ ലോങ് ടേം കോൺസിക്വൻസസ്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഞാൻ എഴുതി നോട്ടൊക്കെ തന്നു തീർന്നതാണ്. ആണോ? നോട്ട് എഴുതി വെച്ചിട്ടില്ലേ? എന്താണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ ബാധിക്കാവുന്ന ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അത് പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആൾക്കാർ കുറച്ച് പേരൊക്കെ ഉണ്ട്. എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സ്, ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട അവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുമ്പോൾ എന്നുള്ളത്. പിന്നെ HRM പുതിയ ഡോക്യുമെന്റുകൾ കൊണ്ടുവരുമ്പോൾ അത് ഏത് രീതിയിലാണ് കൊണ്ടുവരേണ്ടത്, അതിന്റെ പോളിസീസ്, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന പോളിസീസ് ഏത് രീതിയിലാണ് ഇവർ മാനേജ് ചെയ്യേണ്ടത്, കുറച്ച് എന്താ പറയുക നയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വ്യക്തമാകുന്ന രീതിയിൽ എന്തായാലും ഒരു ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഹ്യൂമൻ റിസോഴ്സുകളെ ഹൗ ടു യൂസ്, എങ്ങനെ അവരെ ഉപയോഗിക്കാം, മാക്സിമം യൂട്ടിലൈസേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഒക്കെ ഡിസൈൻ ചെയ്യുക. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ റിസൾട്ട് ഔട്ട്കംസ് ബെറ്റർലി മാനേജ്ഡ് ആവുക. വളരെ നല്ല രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ ദ റിസൾട്ട് വിൽ ഓൾസോ ബി ബെസ്റ്റ് അല്ലെ. അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ലോങ് ടേം കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ എന്താ പറയാ ദീർഘകാല അടിസ്ഥാനത്തിൽ അതിന് കൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകളാണ് പ്രോഫിറ്റ്. പ്രധാനമായിട്ടും നമുക്ക് എന്താ പറയാ പെട്ടെന്ന് ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് കാലയളവൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് മേക്കിംഗ്, പ്രോഫിറ്റബിലിറ്റി, പിന്നെ എംപ്ലോയീസിന്റെ ഗുഡ് മൊറൈൽ എന്താണ്, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഗുഡ് എംപ്ലോയീസ് ജോലി ചെയ്ത് തീർക്കണം അല്ലെ. വെറുതെ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് ചാടി പോയാൽ മതി എന്ന വിചാരത്തോടെ എംപ്ലോയീസ് വരാതെ ആ ഒരു ഓർഗനൈസേഷനോട് അവരുടെ താല്പര്യവും സ്നേഹവും അവരുടെ കഴിവും കടമയും എല്ലാം ഉൾക്കൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുക, എംപ്ലോയി മൊറൈൽ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. സോ ദേ ഷുഡ് ബി ട്രെയിൻഡ് പ്രോപ്പർലി, ദേ ഷുഡ് ബി മോട്ടിവേറ്റഡ് പ്രോപ്പർലി, ദേ ഷുഡ് ബി പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ് അല്ലെ. അവർക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ളതോ സാമ്പത്തികേതരമായിട്ടുള്ളതോ ആയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്താണ് ആ ഒരു ലക്ഷ്യം സാധ്യമാക്കാൻ പറ്റുന്നത്. അങ്ങനെ ലോങ് ടേം കോൺസിക്വൻസസ് അറ്റൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ പറയാ ആണ് ഏതിൽ വരുന്നത്, ഹാർവാർഡ് മോഡലിൽ വരുന്നത്. മറ്റൊന്ന് ഗസ്റ്റ് മോഡലാണ്. ഡേവിഡ് ഗസ്റ്റ് 1997 ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് നമ്മൾ പറഞ്ഞു. അത് കൂടുതലും എംഫസൈസ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്ന എന്താ പറയാ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നവരെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അത് they have to practice certain, അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ അവര് കൊണ്ടുവരേണ്ട ചില പ്രാക്ടീസസ്, ചില നടപ്പിലാക്കേണ്ട ചില രീതികൾ അല്ലെ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഔട്ട്കം റിസൾട്ട് ഇതൊക്കെ ആയിരിക്കണം. അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബിഹേവിയറൽ പെർഫോമൻസ് ആണ്. എംപ്ലോയീസിന്റെ കൃത്യമായിട്ടുള്ള ബിഹേവിയറൽ പെർഫോമൻസ് അളക്കുക, അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ റിവാർഡ് കൊടുക്കുക. ഇതിന്റെ ബേസിസിലായിരിക്കണം എന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് ഏത് മോഡൽ പറയുന്നത്, ഗസ്റ്റ് മോഡൽ, വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഗസ്റ്റ് ഡ്യൂറിംഗ് ദ ഇയർ 19
97 അല്ലെ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് വാർവിക് മോഡലാണ്. HRM-ന്റെ ഒരു പുതിയ അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1990 എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വാർവിക് യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രൂ എം പെറ്റിഗ്ര്യൂ എന്ന് പറയുന്നവരുടെ അവരുടെ റിസർച്ചേഴ്സ് ആണ്. അവരാണ് റിസർച്ച് ചെയ്ത് ഈ വാർവിക് എന്ന് പറയുന്ന ഒരു മോഡൽ കൊണ്ടുവന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് കൂടി ഈ ഒരു മോഡലിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ 4 മോഡൽസിന്റെ ബേസിസിലാണ് ഇന്നത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, അവിടെ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ, ആണോ? ഓരോ മോഡലും ഒന്ന് ടിക്ക് ചെയ്തിരിക്കുക. ഓരോ മോഡലിലും എന്താ പറയാ അതിന്റെ ആ കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫേ ഓരോ മോഡലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ചിലതില് ആരാണ് അത് ഡെവലപ്പ് ചെയ്ത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറഞ്ഞിട്ട്, ചിലതിൽ ഇയർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, now we are going to see what are the objectives of human resource management. Human resource management ന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ human resource management ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. To help the organization to achieve or to attain its goal effectively and efficiently by providing competent and also motivated employees. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം വളരെ ഇഫക്റ്റീവ് ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ അറ്റൈൻ ചെയ്യുക അല്ലെ, നേടിയെടുക്കുക. ആ നേടിയെടുക്കുന്നതിനുമെങ്കിൽ എന്ത് വേണം? അവിടെ വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം അല്ലെ. കോമ്പീറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നണം. വെറുതെ എന്തെങ്കിലും വന്നിട്ട് ചെയ്തിട്ട് പോയാൽ മതിയോ? മതിയാ ഇല്ലാതിരിക്കണെന്തേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് റിപ്ലൈ പറയണോട്ടോ, ടൈപ്പിലൂടെയോ മെസ്സേജസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അവർ വളരെ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യണം. ആ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യണം മാത്രമല്ല, അവർ വളരെ കോമ്പറ്റന്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ജോലി മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യണം അല്ലെ. എല്ലാവരെയും പോലെ ഞാനും അവരിങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയല്ലല്ലോ അല്ലെ. എന്തെങ്കിലും വ്യത്യസ്തമായി ചിന്തിച്ചാലേ അല്ലെങ്കിൽ പ്രവർത്തിച്ചാലേ എല്ലാവരും ഒരു അട്രാക്ഷൻ കിട്ടുള്ളൂ, അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും മറ്റു ആളുകളിൽ നിന്നും വ്യത്യസ്തമാകുന്ന കാര്യം എന്താ? കുറച്ച് ഡിഫറെന്റ് ആയി ചെയ്താലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. കാരണം ഡിഫറെന്റ് ആയി ചെയ്യാന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കില്ല. സോ ഐ ഹാവ് ടു ഡു മൈ ബെസ്റ്റ്. ഞാൻ എന്താണോ എനിക്ക് തന്നിരിക്കുന്ന ജോലി അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് ഞാൻ അത് കൊടുക്കണം അല്ലെ. ഞാൻ വാങ്ങിക്കുന്ന എനിക്ക് കിട്ടേണ്ട റീസണബിൾ വേജസ് ഓർ സാലറീസ് എന്താണോ അതിന് തക്കതായിട്ടുള്ള, അല്ലെങ്കിൽ അതെനിക്ക് തരുമ്പോ ഞാൻ അതിന് അർഹമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഒരു റിസൾട്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതിന് ഒരു ഓർഗനൈസേഷനിലും നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള, വളരെയധികം നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന എംപ്ലോയീസ്, അല്ലെങ്കിൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചില മോട്ടിവേഷൻസ് കൊടുത്ത്, മോട്ടിവേഷൻസിലൂടെ ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരുന്ന എംപ്ലോയീസും ഉണ്ട്. മോട്ടിവേഷൻ കൊടുത്തതിന് വളരെ നല്ലതാണ്, നിങ്ങൾ ചെയ്ത ആ പ്രവർത്തിക്ക് ഒരു അഭിനന്ദനം കൊടുക്കുക. മോട്ടിവേഷൻസ് പല രീതിയിൽ കൊടുക്കുക, ചെറിയ ചെറിയ ബെനിഫിറ്റുകളായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ആളുകൾ കൂടുതൽ ഓർഗനൈസേഷനിലേക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാമായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവര് ആഗ്രഹിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എഫക്റ്റീവായിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് മനസ്സിലായോ? സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ആൻഡ് നിങ്ങൾ ലാസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തേത് ടു യൂട്ടിലൈസ് ദ ഹ്യൂമൻ റിസോഴ്സ് ഇഫക്റ്റീവ്ലി. ഈ ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ എന്ത് ചെയ്യണം? വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തണം അല്ലെ. കുറെ ആൾക്കാർക്ക് ജോലി കൊടുത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അവരെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളോ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് കൊടുക്കാതെ ഇവര് നമുക്ക് അതിന്റെ റിസൾട്ട് മാത്രം മതി, അവരതൊക്കെ ചെയ്യണ്ട്, അങ്ങനെ ഓക്കെ ശരിയാണ്, അങ്ങനെ മാത്രം പോരാ അല്ലെ. ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരെയൊക്കെ സമീപിച്ച് അവർ വർക്കിംഗ് പ്രോപ്പർലി അല്ലെ, ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടന്നു കഴിച്ച് കടന്നു പോകുന്നവരാണോ, അങ്ങനെയല്ല. പരമാവധി അവർ ഉപയോഗപ്പെടുത്തുക. അവർക്ക് ഇനിയും നല്ല നല്ല കഴിവുകളുള്ള എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. അവരുടെ എല്ലാ മാക്സിമം കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന
രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്തുക. അതിനെയാണ് നമ്മൾ വിളിക്കുക അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് പറയുക, അല്ലെങ്കിൽ മാക്സിമം ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, യൂട്ടിലൈസ് ദ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് നിലവിലുള്ള അവർക്ക് നിലവിലുള്ള ലഭ്യമായ രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇൻ കേസ് ഒരു ഉദാഹരണം പറയാം, ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ചെറിയൊരു ഒഴിവുണ്ട്, ഇന്നൊരു കാര്യം ചെയ്യുന്നതിന് ഒരു വേക്കൻസി ഉണ്ട്, ആൻഡ് വി ഹാവ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്. ആ ഒരു വേക്കൻസി ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യണം. അപ്പൊ തന്നെ വേഗം തന്നെ ഇവിടെ ഒരു ജോലിക്കാരന് ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പരസ്യം കൊടുത്ത് ഇന്ന ആളെ ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചെയ്യലല്ല. അതിനേക്കാൾ മുമ്പ് they have to decide. അവർ അങ്ങനെ തീരുമാനിക്കണം. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് നിന്നും ഏതെങ്കിലും ഒരാളെ ഇതിലേക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നത്തിങ് വിൽ ഹാപ്പൻ. വേറെ ഒന്നും സംഭവിക്കുന്നില്ല. വെറുതെ ഒരാൾക്ക് വേറെ നമ്മൾ പുറത്തുനിന്ന് ഹയർ ചെയ്തൊരു എംപ്ലോയിനെ കൊണ്ടുവരുന്നു, അവർക്ക് കൂടുതലായിട്ടുള്ള വേജസോ സാലറി ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനേക്കാൾ നല്ലത് ഇവിടെ ഉള്ള ഹ്യൂമൻ റിസോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇതിലേക്ക് നിയമിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ജോലി അങ്ങോട്ട് കൊടുക്കാം. നീ ഇന്നുകൂടി ചെയ്യണം. ചിലപ്പോ ചെറിയൊരു ഇൻകമിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം എംപ്ലോയീസിനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലായോ? ഇവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടീച്ചർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇതായി അല്ലെങ്കിൽ ചിലപ്പോൾ വരാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് ഇനി അടുത്ത ഒരു ടീച്ചറിനെ വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ് ചെയ്യേണ്ടി വരും എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ മുമ്പ് I have to decide whether the available teachers can be substituted. അതിന് പകരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിൽ നിന്നും ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറേഞ്ച്മെന്റുകൾ ടൈംടേബിൾ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ പറ്റുമോ ഇല്ലെന്നും നോക്കാലോ അല്ലെ. അപ്പൊ അവര് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, ടു പ്രൊവൈഡ് ദ ഓർഗനൈസേഷൻ വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ഓർഗനൈസേഷനിൽ എപ്പോഴും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, ആവശ്യം വേണ്ടപ്പോൾ ഇടയ്ക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു തരത്തില് ഇപ്പൊ ചില പുതിയ ഇന്നോവേഷൻസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരും. ഇപ്പൊ ഉദാഹരണം, ഈ കമ്പ്യൂട്ടറൊക്കെ എപ്പോഴാണ് ഇത്രയധികം യൂസ് ചെയ്യാൻ തുടങ്ങിയത്? ഇന്ന് ഏത് ഓർഗനൈസേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ പ്രവേശിച്ചാലും അവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ഒരു ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇത്രയധികം യൂസ് ചെയ്യാൻ, കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ ഇത്രയും എന്താ പറയാ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു മെഷീനാണ് ഇന്ന് ഏതൊരു ഓർഗനൈസേഷൻ എന്താ പറയാ നമ്മുടെ കമ്പ്യൂട്ടർ. പക്ഷെ അവിടെ കമ്പ്യൂട്ടർ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന പേഴ്സണൽസിനെ നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടി വരും അല്ലെ. അപ്പൊ ഇതിപ്പോ ഞങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ജോലിക്കാർക്കൊന്നും കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. സോ വി ഹാവ് ടു റിക്രൂട്ട് ന്യൂ എംപ്ലോയീസ്. അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനെ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോ നിലവിലുള്ള ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന്റെ ജോലിക്ക് എടുത്തവരെ കളയുന്നതിന് പകരം എന്ത് ചെയ്യണം, അവർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലെ? അത് തന്നെയാണ്. അപ്പൊ ട്രെയിൻ ചെയ്യും. അപ്പൊ ട്രെയിൻ ചെയ്ത് മാത്രമല്ല അവര് നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം എന്ത് സാധനവും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊന്നും ജനിക്കുമ്പോ പഠിച്ചിട്ടല്ലല്ലോ വരുന്നേ അല്ലെ. ബൈ ദ ബൈ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സസ്, ഓരോ ലെവല്, ഓരോ ഏജസിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചുറ്റുപാടുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുക. പുസ്തകങ്ങളിൽ നിന്ന് ഇന്നാണെങ്കിൽ പുസ്തകങ്ങളും മാറ്റി വെച്ചു, ആളുകൾ ഗൂഗിൾ ഉണ്ട്, എന്തും സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നമുക്ക് ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെഷീനോ എന്തെങ്കിലും ഡിവൈസോ എന്തെങ്കിലും മതി. അതെന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പമാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ചെയ്യും. അപ്പൊ നമുക്ക് ആ ട്രെയിനിങ്ങിലൂടെ മാത്രം നമുക്ക് അവിടെയുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ആൻഡ് ഓൾസോ വേണ്ട മോട്ടിവേഷൻസ് എംപ്ലോയീസിന് കൊടുക്കാം. അപ്പൊ ഒരു ഓർഗനൈസേഷൻ ഷുഡ് പ്രൊവൈഡ് വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഇതൊക്കെ ചടങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. മനസ്സിലാക്കി? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇതൊക്കെ നോക്കണ്ടേ? നല്ല ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് ഉണ്ടോ? അവർ മോട്ടിവേറ്റഡ് ആകുന്നുണ്ടോ? അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കാറായോ? കുറെ കഴിഞ്ഞ് ഒരു 3-4 മാസമൊക്കെ ജോലി ചെയ്യുമ്പോൾ എടുത്തു എന്നും ഇങ്ങനെ തന്നെ, കാലത്ത് വരുന്നു, ഇന്നിന് ജോലി ചെയ്യുന്നു, വൈകുന്നേരം അവർ വീട്ടിൽ പോകുന്നു. ഇത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ. പക്ഷെ ഇടയ്ക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ. 5 മാസം അല്ലെങ്കിൽ 6 മാസം കൂടിയപ്പോ എന്തെങ്കിലും ചെറുതായിട്ട് ഒരു ചെറിയ ട്രീറ്റ്,
എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി എന്നുള്ള രീതിയിലൊക്കെ കൊടുത്ത് അപ്പൊ അങ്ങനെ അപ്പൊ അവർക്കും ഉള്ളിൽ എന്തുണ്ടാകും, നമ്മുടെ ഓർഗനൈസേഷൻ എന്നെ അല്ലെങ്കിൽ എനിക്ക് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് കൂടി ഒരു ബോധ്യം കൂടി വരും. ഓക്കെ, ടു ഇൻക്രീസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. എംപ്ലോയീസ് സെൽഫ് എന്താകുക, സാറ്റിസ്ഫൈഡ് ആകുക. ഞാൻ വളരെ തൃപ്തിയോടെയാണ് ഞാൻ എന്റെ ഈ ജോലി ചെയ്യുന്നത് എന്ന ഒരു ബോധ്യം എംപ്ലോയീസിന് വരുത്തണം. മാത്രമല്ല അങ്ങനെ തൃപ്തിയോടെ ജോലി ചെയ്യുന്ന ആളുകള് നമ്മുടെ ഓർഗനൈസേഷന്റെ ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ അവർ ആക്ച്വലി എന്താണോ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താനൊരു കാരണമാവുകയും ചെയ്യും. അപ്പൊ സെൽഫ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയർമാന്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കുക. വളരെ കഷ്ടപ്പെട്ട് ജോലി ഇന്നത്തെ ദിവസം തീർന്നു രക്ഷപ്പെട്ട് നാളെ ഇങ്ങനെ തന്നെ വരണമല്ലോ എന്ന ചിന്തയിൽ പോകാലോ. നാളെയും ഞാൻ ഇങ്ങനെ ഇതിനേക്കാൾ നല്ല എനർജി ആയിട്ട് വരും. ബിക്കോസ് അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എന്റെ ജോലിയെ. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ബിസിനസ്സിനകത്തു നിന്നും നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കിട്ടുന്നു അല്ലെ. നമുക്ക് വേറെ രീതിയിലുള്ള ടെൻഷൻസ് ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ജോലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യും. അങ്ങനെ സെൽഫ് ആക്ച്വലൈസേഷൻ, നമുക്ക് ഒരു സെൽഫ് എന്താ പറയാ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഓർഗനൈസേഷൻ അതിൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ടു ഡെവലപ്പ് ദ ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക്. ജോലി വെറുതെ ചെയ്താൽ പോരാ, ആ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ജോലി ചെയ്യാനായിട്ട് പറ്റിക്കണം. ആരെ കൊണ്ട്? ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ട്. അതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവാണ്. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലി വളരെ നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള എന്താ പറയാ ജോലിയാണ് എന്നുള്ളത് വരുത്തി തരുന്നു. ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. To communicate HR policies to all the employees. ഇനി ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്താ പറയുക, എംപ്ലോയീസ് ഇത്ര സമയമാണ് വർക്ക് ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടി ടൈം, ഇന്ന സമയമാണ് അവരുടെ ലഞ്ച് ടൈം, വൈകുന്നേരം ഇന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയത്താണ് നിങ്ങൾക്ക് എന്താ പറയാ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, വൈകുന്നേരം ആകുമ്പോൾ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറെ റൂൾസും റെഗുലേഷൻസും പോളിസീസും ഒക്കെ ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് എല്ലാ എംപ്ലോയീസിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. കുറച്ചു പേരോട് പറഞ്ഞു, കുറച്ചു പേരോട് അറിയില്ല. അവരെന്ത് ചെയ്യുന്നു, തോന്നിയ പോലെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നു. കുറെ ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുക, ഇന്ന എംപ്ലോയീസ് തോന്നിയ സമയത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു, തോന്നിയ സമയത്ത് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ സമയത്ത് ഇറങ്ങി പോകുന്നു. പക്ഷെ ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല. ഇതിങ്ങനെ പോളിസീസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നൊരു കാര്യം വരാൻ പാടില്ല. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും അത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി മാത്രമല്ല, ടു ഇൻക്രീസ് ദ ഫുള്ളസ്റ്റ് എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടാ, ഫുള്ളസ്റ്റ് എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓരോ ജോലിക്കാരും അവർ ചെയ്യുന്ന ജോലിയില് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആകും. അത് വർദ്ധിപ്പിക്കും, അവരുടെ ചെയ്യുന്ന ജോലിയോടുള്ള സംതൃപ്തി വർദ്ധിപ്പിക്കാനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. എന്നിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ, എന്നിട്ട് നമ്മളുടെ ഓർഗനൈസേഷന്റെ ആക്ച്വൽ ആയിട്ടുള്ള ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ നോക്കണം. Okay, but these are the objectives of human resource management. Human resource managementന്റെ objectives ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാമോ? അതില് ആ ചെറിയ 4 എണ്ണം ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ 4 പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഒന്ന് പറയാൻ പോണേ. എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫൈഡ് ആക്കുന്നത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഓരോരുത്തരും ചെയ്യുന്ന ജോലി സംതൃപ്തിയോടെ ചെയ്യുന്നു, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓർഗനൈസേഷനെ കൊണ്ടുവന്ന് എത്തിക്കുക. അതിന് ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അല്ലാതെ നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. എംപ്ലോയീസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ പാടായിരുന്നു വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉഴപ്പാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് മനുഷ്യന്മാര്. മനുഷ്യന് ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും ഒരു 5 മിനിറ്റ് ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഫോൺ എടുത്ത് വെച്ച് തോണ്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റ് അങ്ങനത്തെ എത്ര കടന്നു പോയെന്ന് നമ്മളൊന്നും അറിയില്ല അല്ലെ. മണിക്കൂറുകൾ വേണമെങ്കിൽ അവിടെ ഇരിക്കും. അപ്പൊ ഇവിടെ ചെയ്യേണ്ട ജോലി പെൻഡിങ് ആകും, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ ചീറ്റ് ചെയ്യുന്ന രീതിയിലാകും അല്ലെ. നമ്മൾ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ഡിവൈസസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്കൊരു ഫോൺ വന്ന് എടുക്കണ്ടേ, ഒരു മെസ്സേജ് ഒന്നും റിപ്ലൈ ചെയ്യണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല.
ഡ്യൂട്ടി ടൈം ഈസ് ഡ്യൂട്ടി. ഡ്യൂട്ടി ടൈമിൽ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇതൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ട് ഞാൻ അല്ല, അങ്ങനെയല്ല. മാക്സിമം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടത് അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്തു തീർക്കാം. നമ്മൾ ജോലിക്കേണ്ട വന്നിരിക്കുന്നത് ജോലി കിട്ടിയിട്ട് വന്നിരുന്നിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട മറ്റു പല കാര്യങ്ങളോ മറ്റു ചെയ്യേണ്ട അവിടെ പോയി നിന്നിട്ട് വേണം വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ അല്ലെ, അമ്മയെ വിളിച്ചിട്ട് കുറച്ച് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണോ? അല്ല, അത് അത്യാവശ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യാൻ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, വീടുകളിൽ നമ്മൾ അതിന് സമയം കണ്ടെത്തിക്കൊള്ളണം. അതിന് മറ്റു കാര്യങ്ങൾ ജോലിയിൽ വന്നിട്ടില്ല. അങ്ങനെ അതാണ് ഫുള്ളസ്റ്റ് എംപ്ലോയിനെ അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ഇൻക്രീസ് ചെയ്യാനാണ്. അതാണ് പറഞ്ഞത് എംപ്ലോയീസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ മറ്റേത് മെഷീൻസിനേക്കാളും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മൈൻഡ് മാറും. മനുഷ്യന്മാരാകുമ്പോൾ അവർക്ക് അവരുടേതായ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ അതനുസരിച്ച് അവരുടെ മൂടുമനുസരിച്ച് അവരുടെ ജോബിലും അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. പക്ഷെ അത് എന്താ പറയാ, ഫുള്ളസ്റ്റ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷനോടുകൂടി ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ട പ്രോത്സാഹനവും അതുപോലെ മോട്ടിവേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന സെന്റൻസുകൾ ടിക്ക് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സസ് ഇഫക്റ്റീവ്ലി. Utilize the human resource, available human resource effectively. അടുത്തത്, to increase employee satisfaction and self-actualization. നാലാമത്തെ പോയിന്റ് ആണ് കേട്ടോ, നാലാമത്തെ 2, 4. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, to develop and maintain quality of work life. And the fourth point, to communicate HR policies to the employees. Employees ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 4 പോയിന്റ് കിട്ടിയോ? 2, 4, 5, 6. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു പോയിന്റ് ഷോർട്ടായി എഴുതി അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സവിശേഷതകളാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്സ്. ആരാണ് റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്നത്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്താ പറയാ, ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എംപ്ലോയീസ് ആവശ്യം വരുമ്പോ, അവിടെ വേക്കൻസീസ് വരുമ്പോ fill up that vacancy. ആ വേക്കൻസി ഫിൽ ചെയ്യണം അല്ലെ. അതാരാ ചെയ്യേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്സ് ഓർ hires people to fill up the vacant positions of the organization. ഒരു ഓർഗനൈസേഷനിൽ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന പൊസിഷൻസ് ഫില്ല് ചെയ്യേണ്ടത്, അത്തരം ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എങ്ങനെ? ബൈ റിക്രൂട്ട്മെന്റ് ഓർ ബൈ ഹയറിംഗ്. ഹയറിംഗും റിക്രൂട്ട്മെന്റ് ഒക്കെ ഒന്നല്ല. അതായത് ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആളെ നമ്മൾ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി ഒരു പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നു, ജോലിക്ക് എടുക്കുന്നു. അതിനെയാണ് ഹയറിംഗ് എന്ന് വിളിക്കുക കേട്ടോ. റിക്രൂട്ട്മെന്റ് അല്ല, അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി അവർക്ക് ഒരു എന്ത് കൊടുക്കുന്നു? കോമ്പൻസേഷൻ, ഒരു റീസണബിൾ റിവാർഡ് അവർക്ക് കൊടുക്കുന്നു. അത് വേജസ് ആകാം, സാലറി ആകാം, ഇൻ ദ ഫോം ഓഫ് അങ്ങനെ കൊടുത്ത് ഒരാളെ പുറത്ത് നമ്മൾ എടുക്കുന്നതാണ്. ജോലിക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഹയർ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനിലെ വേക്കന്റ് പൊസിഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്സ്. ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ സവിശേഷത അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. ഇതെങ്ങനെയാണ് നടത്തുന്നത്? ഒന്നാമത്തെ പോയിന്റ് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഹയറിംഗ് എങ്ങനെയാണ് നടത്തുന്നത്? ബൈ കണ്ടക്ടിങ് ഇന്റർവ്യൂസ് ഓർ ടെസ്റ്റ്. പല ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്തുനിന്ന് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്. അത് എന്തെങ്കിലും വിശദീകരിച്ചിരുന്നുള്ളൂ. മനസ്സിലാവണില്ലേ? മനസ്സിലാകുന്നുണ്ടോ? പോയിന്റ് ഒക്കെ സിമ്പിൾ അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുക. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആളുകൾ ജോലിക്ക് അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുന്നത്. ചിലപ്പോ അവിടെ ജോലിക്കാരൻ ഉണ്ടായിരുന്നിരിക്കും. ആൾക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ ചിലപ്പോ ലീവ് ദ ഓർഗനൈസേഷൻ, അവിടെ ജോലി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും. അപ്പൊ അവിടെ ഒരാളുടെ ആവശ്യം വന്നപ്പോ എന്ത് ചെയ്യണം? ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും എനിക്കൊരു ടൈം ടേബിൾ ഉണ്ട്. എന്റെ ദിവസം ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഒറ്റ ദിവസമുള്ളൂ എനിക്ക് ക്ലാസ്. എന്താ അത് നമ്മുടെ ട്യൂസ്ഡേ
ആണ് എന്റെ ക്ലാസ് ഉള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ക്ലാസ് എടുത്ത് നമ്മൾ അതനുസരിച്ച് ഓരോരുത്തരും ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബാക്കി ടീച്ചേഴ്സ് ആ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ എനിക്ക് എന്താ പറയാ വരാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പൊ എന്റെ ക്ലാസ്സിന്റെ ആ ദിവസം നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല, ടീച്ചറില്ലാത്ത ക്ലാസ്സിൽ എത്ര ദിവസം അങ്ങനെ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞ് വിടും. ഒരു ദിവസം വിട്ടു, രണ്ടാമത്തെ ആഴ്ച വന്നു, ട്യൂസ്ഡേ വന്നപ്പോ വീണ്ടും ഇന്നും ക്ലാസ് ഇല്ല, ടീച്ചറില്ല, അതുകൊണ്ട് വിട്ടു. കാരണം അവിടെ വേക്കന്റ് ആയി കിടക്കുന്നു, അവിടുത്തെ ആള് വന്നിട്ടില്ല. കാരണം ഞാൻ ഇട്ടിട്ട് പോയിന്ന് വിചാരിക്കും, എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പോയി. അപ്പൊ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തില്ല എങ്കിൽ ആ ട്യൂസ്ഡേസ് ഒക്കെ അങ്ങനെ അവിടെ ടീച്ചറില്ല. ഒന്ന് ക്ഷമിച്ചു നിങ്ങൾ, രണ്ടാമത്തെ ആഴ്ച ക്ഷമിച്ചു, മൂന്നാമത്തെ ആഴ്ച നിങ്ങൾ ക്ഷമിക്കില്ല. എത്ര ദിവസമായിട്ട് എല്ലാ ആഴ്ചയിലും വന്നിട്ട് ട്യൂസ്ഡേയിൽ ക്ലാസ് ഇല്ല, അതെന്ത് കാര്യം ഇല്ലേ? കുറച്ചു പേരെങ്കിലും സൗണ്ട് റേസ് ചെയ്യും. ഓക്കെ, കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സേവനം അല്ലെ, ഈ 5 ദിവസം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 ദിവസം നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം. ദാറ്റ് മീൻസ് യു ആർ പേയിങ് ദ മണി. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശം ഉണ്ട് അല്ലെ. എന്തുകൊണ്ട് അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ചൊവ്വാഴ്ച ഇപ്പൊ ഒരു ദിവസം ക്ലാസ് ഇല്ലല്ലോ, ബാക്കി 4 ദിവസമല്ലേ ക്ലാസ് ഉള്ളൂ, അതെന്താ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല ചോദ്യങ്ങളും ഉന്നയിക്കാം. ഇവൻ ഞാനാണെങ്കിലും അത് ചോദിച്ചു പോകും, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ ചോദിപ്പിക്കാനുള്ള വരുത്താതിരിക്കണമെങ്കിൽ ഷുഡ് ബി ഡു, ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ആ ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യണം. സോ അത് ഫില്ല് ചെയ്യാനായിട്ട് വിതിൻ ദ ഓർഗനൈസേഷൻ ഇവിടെ തന്നെ വല്ല ടീച്ചേഴ്സും അങ്ങനെ അവൈലബിൾ ആണോ, അവിടെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അതർവൈസ് അല്ലെങ്കിലോ ഇവിടെ ടീച്ചർമാരൊന്നുമില്ല ആ ഒരു ക്ലാസ് എടുക്കാനായിട്ട്, ഇവിടെ ബാക്കി എല്ലാവരും പാക്ഡ് ആണ്, വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് എടുക്കാൻ വേറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു ടീച്ചറെ നമുക്ക് ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല, അതുകൊണ്ട് എല്ലാ സമയം അവധി കൊടുത്തോ പറഞ്ഞേ പറ്റുമോ? നടക്കില്ല. അത് ഓർഗനൈസേഷന്റെ എന്തിനെ ബാധിക്കും? ഓർഗനൈസേഷനെ തന്നെ ബാധിക്കും അല്ലെ, ഓർഗനൈസേഷന്റെ സക്സസിനെ ബാധിക്കും. ബിക്കോസ് അത് വെറുതെ ആണോ നമ്മൾ അങ്ങനെ പറഞ്ഞു, പക്ഷെ അത് എന്താ പറയാ ശരിയായ രീതിയിലൊന്നും അല്ല അവർ ക്ലാസ് തരുന്നത്. അവർ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയാണ്, പക്ഷെ അവര് എടുക്കുന്ന ക്ലാസ് അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സ് ഉണ്ടാവില്ല, മിക്ക ദിവസവും കാരണം ഇന്ന് ക്ലാസ് ഇല്ലട്ടോ എന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പരാതികൾ കേൾക്കേണ്ടി വരും. സോ ഇറ്റ് വിൽ ഓൾസോ എഫക്ട് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ സെൽഫ് ധൈര്യനെ ബാധിക്കും, ഗുഡ് വില്ലിനെ ബാധിക്കും, റെപ്യൂട്ടേഷനെ ബാധിക്കും തീർച്ചയായും. അപ്പൊ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എവിടെയൊക്കെ ഗ്യാപ്പുകൾ അങ്ങനെ വരുന്നുണ്ട് എന്ന് നോക്കി കണ്ട് അവിടെയുള്ള ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ തന്നെ ഒന്നില്ലെങ്കിൽ അങ്ങനെ മാറ്റി മാനേജ് ചെയ്ത് ആ ജോലി അങ്ങോട്ട് ഏൽപ്പിക്കാം. അതർവൈസ് ദേ ഹാവ് ടു recruit or hire from outside. പുറത്തുനിന്ന് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തും. സോ ദീസ് റിക്രൂട്ട്മെന്റ്സ് ആർ മെയ്ഡ് ബൈ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. ടെസ്റ്റുകളും ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടാണ് ഇത്തരം സെലക്ഷൻസ് ആളുകളെ നടത്താം. അടുത്ത മൂന്നാമത്തെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. ഇനി ഈ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്ട്രാറ്റജീസ്, പോളിസീസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്താ പറയുക രൂപീകരിക്കാനുണ്ട് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷന്റെ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് എംപ്ലോയീസിൽ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാം, എംപ്ലോയീസിൽ ഇങ്ങനെ കുറച്ച് പോളിസീസ് കൊണ്ടുവരാം, ഇങ്ങനെ ചില സ്ട്രാറ്റജീസ് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്ത് മനസ്സിലാക്കി അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആൾക്കാർ കൂടിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റം പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ന രീതിയിലേക്ക് നമുക്ക് നേട്ടം കൈവരിക്കാൻ പറ്റും. അപ്പൊ ഓർഗനൈസേഷന്റെ നേട്ടത്തിന് വേണ്ടി എങ്ങനെയൊക്കെ ഹ്യൂമൻ റിസോഴ്സിനെ യൂസ് ചെയ്യാമെന്ന് ഒരു ഡിസിഷനിലേക്ക് എത്തി. ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ടോപ്പ് മാനേജ്മെന്റ്. ആരിലേക്ക് എത്തിക്കണം? അത് അങ്ങനെയുള്ള എല്ലാ ചില തീരുമാനങ്ങളും കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം. നടപ്പിലാക്കേണ്ടതല്ല, നമുക്ക് നടപ്പിലാക്കാനുള്ള അവകാശമില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ മാനേജ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റിൽ അറിയിക്കുക. ഡിസിഷൻ അവർക്കാണ് അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ച് അതിന് ആക്ട് അക്കോർഡിംഗ് ടു അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരം മാനേജ്മെന്റിനാണ്. സോ അങ്ങനെ ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, അടുത്ത എന്താ, അറേഞ്ചസ് ട്രെയിനിങ്. അതായത് whenever necessary ചില ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി കണ്ടക്ടഡ് ടു ഇൻക്രീസ് ദ സ്കിൽ ഓഫ് ദ എംപ്ലോയീസ്. എന്തിനാ? എംപ്ലോയീസിന്റെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ. കഴിവുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്, നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ കഴിവുകളുണ്ട്. ഈ കഴിവുകളൊക്കെ തെളിയിക്കാൻ കിട്ടുന്ന അവസരം എപ്പോഴാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ് നമ്മള് ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ട മിക്ക ഓർഗനൈസേഷനിലും ഇനിയിപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരും. എല്ലാവർക്കും ഉണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളുകളിൽ, കോളേജസിൽ HR വിഭാഗം ഉണ്ട്, ഉണ്ട് താനും.
ഫ്രണ്ട് ഓഫീസിൽ കാണും HR മാനേജർ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണും. അപ്പൊ ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ കഴിവുകളൊക്കെ പ്രകടമാക്കാനുള്ള അവസരമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാക്കുക. സോ അത് നമ്മുടെ കഴിവുകളെ നമ്മൾ പ്രകടമാക്കുന്നതോടൊപ്പം നമുക്ക് ഉള്ള കഴിവുകളെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും കൂടി എന്ത് ചെയ്യും നമ്മുടെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്സ് arrange ചെയ്യുന്നു. Okay, HR gives or arranges training programs to improve the skills of the employees. Clear ആണോ സെന്റൻസ്? നാലാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? Okay, yes. The next one, evaluates the performance. ഇത് മാത്രം ചെയ്താൽ മതിയോ? ആവശ്യത്തിനിടയ്ക്ക് നീ മോട്ടിവേഷൻ കൊടുക്കുന്നു, ആവശ്യത്തിനിടയ്ക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇതൊക്കെ മാത്രം അങ്ങോട്ട് കൊടുക്കാനുള്ളത് മാത്രം കൊടുത്താൽ മതിയോ? അല്ല, അങ്ങനെയല്ല. ഫ്രീക്വന്റ് ആയിട്ട് വി ഹാവ് ടു ഇവാലുവേറ്റ് ദർ പെർഫോമൻസ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ഈ ചെയ്യുന്ന ജോലിക്കാര് അവരുടെ ജോലിയൊക്കെ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് വിലയിരുത്തണം, അവരുടെ പെർഫോമൻസ് വിലയിരുത്തണം. ഓക്കെ, അല്ലാണ്ട് ജോലി കുറെ കൊടുത്തു അവർ ചെയ്തോളും എന്ന ആ ഒരു ഉറപ്പിൽ ഇരുന്നാൽ പോരാ. എങ്ങനെ ചെയ്യുന്നു, നല്ല രീതിയാണോ, ഇഫക്റ്റീവ് ആണോ, നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തിയോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മളുടെ ലക്ഷ്യം കീഴടക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അത്രയും ഒരു കാര്യം ഇവര് എംപ്ലോയീസ് തരുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണം. പിന്നെ അവരുടെ പെർഫോമൻസ് ആണ് വിലയിരുത്തേണ്ടത്. ആൻഡ് ഈ ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എംപ്ലോയീസ് ഷുഡ് ബി ഗോട്ട് പ്രൊമോട്ടഡ്. അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കാം. നല്ല നല്ല രീതിയിൽ കൊടുക്കുന്ന ജോലിയൊക്കെ 100% ചെയ്യുന്ന ജോലിക്കാർക്ക് എന്ത് കിട്ടും? പ്രൊമോഷൻ കിട്ടും. പ്രൊമോഷൻ കിട്ടുന്നുണ്ടോ? എന്താ പ്രൊമോഷന്റെ പ്രത്യേകത? വാട്ട് ഈസ് പ്രൊമോഷൻ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ജോലിക്കും പ്രൊമോഷൻസ് ഉണ്ട്. ഉണ്ടോ? ഉറങ്ങിപ്പോയാ എല്ലാരും? സ്ഥാനക്കയറ്റം. അതെ, മലയാളം മലയാളം വായിച്ചു കഷ്ടപ്പെട്ടു. അതെ, സ്ഥാനക്കയറ്റം എന്ന് വെച്ചാൽ എന്താ? To the transfer of an employee to a higher post. അല്ലെ, അതായത് സ്ഥാനക്കയറ്റമാണ്, സ്ഥാനം മാറ്റമല്ല, സ്ഥലം മാറ്റമല്ല, അത് ട്രാൻസ്ഫർ ആണ്. അല്ലെ, സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ആണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം കയറ്റമല്ല, പൊസിഷൻ ഇൻക്രീസ് ചെയ്യാം, ലെവൽ ഓഫ് പൊസിഷൻ ഇൻക്രീസ് ചെയ്യാം. അല്ലെ, ടീച്ചർ എന്നുള്ളത് പ്രിൻസിപ്പൾ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് മാറുക, അതൊക്കെയാണ് സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത്. അല്ലെ, ക്ലർക്ക് ആയിരുന്നത് മാനേജർ ആയിട്ട് മാറുക. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താ പറയാ എംപ്ലോയീസിന്റെ ഈ പെർഫോമൻസുകൾ എന്താ പറയാ നമ്മള് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ അതും നോക്കിയിട്ടാണ്, ആ ഇവാലുവേഷൻ ബേസിസിലാണ് എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞ സ്ഥാനക്കയറ്റം കൊടുക്കും, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേർഡ് ആണ് ഡിമോഷൻ. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ. സോ വാട്ട് വിൽ ബി ഡിമോഷൻ? ഡിമോഷൻ എന്തായിരിക്കും? ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനം ഇറക്കം. അല്ലെ, ടൈറ്റിൽ ഓപ്പോസിറ്റ് ഇറക്കമാണല്ലോ. അല്ലെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യമൊന്നും ആ ജോലിക്കാരൻ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? കുറെ ട്രെയിനിങ് കൊടുത്തു നോക്കി, കുറെ മോട്ടിവേഷൻസ് കൊടുത്തു നോക്കി, നോ റിസൾട്ട്. എന്നാൽ ഇതിലൊന്നും യാതൊരു റിസൾട്ടും ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഇമോഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ. ഒരു ചെറിയൊരു ശിക്ഷ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ കുഴപ്പമൊന്നും നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ല. ഇയാൾക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വേണ്ട റിസൾട്ട് ആളിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ എന്താ പറയാ ഓർഗനൈസേഷന്റെ എന്താ പറയാ നല്ല നടപ്പിന് അല്ലെങ്കിൽ നല്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യമൊന്നും പുള്ളിയിൽ നിന്ന് കിട്ടുന്നില്ല. പുള്ളിയുടെ ജോലി മര്യാദ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഡിമോഷൻസ് ഒന്നും വേണ്ട, നീ എന്താ പറയാ ഇത്ര നാൾ ക്ലർക്കായിരുന്നില്ലേ, പറ്റില്ല, അത് ഈ ഒരു പൊസിഷൻ നീ നല്ല രീതിയിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഡിസ്കസ് ഒന്നും ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ല പെട്ടെന്ന്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? സ്ഥാനത്ത് പ്യൂണായിട്ട് അവർ ജോലി ചെയ്തു. കാരണം അതൊരു പണിഷ്മെന്റ് ആണ്. മനസ്സിലായോ? ചെയ്യുന്ന ജോലിയുടെ പൊസിഷനെ താഴ്ത്തുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യാ? ഡിമോഷൻ. അപ്പൊ അങ്ങനെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പ്രൊമോട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, അതും ഒരു എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? എക്സിറ്റ് ഇന്റർവ്യൂ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്റർവ്യൂ എപ്പോഴാണ് നമ്മൾ നടത്തുന്നത്? ഒരു എംപ്ലോയിനെ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് എടുക്കുമ്പോഴാണ്. അല്ലെ, എനിക്കിപ്പോ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വന്നു, ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു ലെറ്റർ തന്നിരിക്കുകയാണ്, നമ്മളെ ഇന്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്, അതെ ഇന്ന ദിവസം ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെല്ലുന്നു, അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നമ്മുടെ ഡോക്യുമെന്റ്സും മറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? അടുത്ത് അവർ വെരിഫൈ ചെയ്ത് നോക്കുന്നു. അല്ലെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ അവര് നമ്മളിൽ നിന്ന് ശേഖരിക്കുന്നു.
അപ്പൊ നമ്മള് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കയറുന്ന സമയത്തുള്ള ഇന്റർവ്യൂ. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഒരു ജോലിയൊക്കെ ചെയ്ത് അവിടുന്ന് റിട്ടയർ ചെയ്തോ മറ്റേതെങ്കിലും കാരണങ്ങളാലോ ലീവ് ചെയ്ത് പോകുന്ന സമയത്തും there will be some type of interview. അതിനെയാണ് നമ്മൾ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയാ കേട്ടാ. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇങ്ങനെ ലീവ് ചെയ്ത് ക്വിറ്റ് ചെയ്ത് പോകുന്ന എംപ്ലോയീസിന്റെ എന്ത് ചെയ്യാറുണ്ട്, ഇന്റർവ്യൂ എടുക്കാറുണ്ട്. എന്തിനായിരിക്കാം? അതെന്തിനായിരിക്കും? അതെന്ത് കാര്യം അല്ലെ? ഒരു എംപ്ലോയി ജോലി കഴിഞ്ഞു, റിട്ടയർമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ തീർച്ചയായിട്ടും ഗെറ്റ് ഫീഡ്ബാക്ക്. വെരി ഗുഡ്. അതെ വിഷ്ണു. അപ്പൊ നമ്മളുടെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയാണ് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ചില ഫീഡ്ബാക്കുകൾ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റുകൾ കൊണ്ടുവരേണ്ടതുണ്ടോ? മറ്റ് എംപ്ലോയീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇപ്പൊ നമ്മളുടെ ഇടയിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതൊന്നും അങ്ങനെ അങ്ങോട്ടൊന്നും പറയില്ല. നമ്മളുടെ മനസ്സിലുണ്ടത്. പരാതി എന്ന് വെച്ചാൽ ചില ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ അവർക്ക് മനസ്സിലുണ്ട്, നമ്മൾ അത്ര ധൈര്യമില്ല അവരോടത് മാനേജ്മെന്റിലേക്ക് അത് അറിയിക്കാനായിട്ട് അല്ലെ. അപ്പൊ ആ എംപ്ലോയീസിനോട് നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലോ മറ്റൊക്കെ ആയിരിക്കാം. അപ്പൊ അതിൽ അൺസാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്, ലീവ് ചെയ്യാണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ തിരിച്ചു വരില്ലല്ലോ, ഇപ്പൊ ഓപ്പണായിട്ട് പറയാലോ എന്തായാലും. ഓക്കെ. അപ്പൊ ചിലപ്പോൾ അവരവിടെ കുറച്ചുകൂടി എന്താകും, ഓപ്പണബിൾ ആകും. അപ്പൊ തീർച്ചയായിട്ടും അവരിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഷെയർ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഇടങ്ങൾ എവിടേക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ദ ഓർഗനൈസേഷൻ ക്യാൻ മേക്ക് സം ഇംപ്രൂവ്മെന്റ്സ്. അപ്പൊ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലോ എവിടേക്കാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവിടെ ഇംപ്രൂവ്മെന്റ് നടത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ക്വിറ്റ് ചെയ്ത് പോകുന്ന എംപ്ലോയീസിൽ നിന്നും ഇന്റർവ്യൂസ് ശേഖരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സിറ്റ് ഇന്റർവ്യൂ. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, കളക്ട് വേരിയസ് സജഷൻസ്. പലതരത്തിലുള്ള സജഷൻസ് ആളുകളിൽ നിന്ന്, എംപ്ലോയീസിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നു. അതെന്തിനാ? ആളുകളുടെ സജഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ സജഷൻസ് പരിഗണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ എംപ്ലോയീസിന്റെ സജഷൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അത് പരിഗണിച്ച് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കളക്ഷൻ ഓഫ് വേരിയസ് സജഷൻസ് ഫ്രം ദ എംപ്ലോയീസ് എടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്, ഹെൽപ്സ് ദ ഓർഗനൈസേഷൻസ് ടോപ്പ് മാനേജ്മെന്റ് ടു ഇംപ്ലിമെന്റ് വേരിയസ് ടെക്നിക്സ്. ഇനി പുതിയ പുതിയ കുറെ ടെക്നിക്കുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നു. ടോപ്പ് മാനേജ്മെന്റിലേക്ക് എന്തൊക്കെ പുതിയ പുതിയ ടെക്നിക്കുകൾ നമ്മുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഹെൽപ്സ് ദ ടോപ്പ് മാനേജ്മെന്റ്. അത് തന്നെയാണ്. അതായത് പുതിയ പുതിയ ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റിനെ സഹായിക്കുന്നതും HR തന്നെയാണ്. പിന്നെന്താണ്, അറേഞ്ചസ് വേരിയസ് വർക്ക്ഷോപ്പുകൾ അറേഞ്ച് ചെയ്യുക. എന്താ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ വണ്ടി കൊണ്ടുപോയി നന്നാക്കുന്ന വർക്ക്ഷോപ്സ് അല്ലെ, എന്തെങ്കിലും മെഷീൻസ് ഒക്കെ കേടായാൽ അത് കൊണ്ടുപോയി നന്നാക്കുന്ന വർക്ക്ഷോപ്സ്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഓർഗനൈസേഷന്റെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാര് വർക്ക്ഷോപ്പ് എന്താ പറയാ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ആരുടെ അറേഞ്ച്മെന്റ് ആയിരിക്കും അറിയാമോ? എംപ്ലോയീസിന്റെ. അതല്ലേ, എംപ്ലോയീസിന് വേണ്ട ചില നോളജ്, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്നുകൂടി എന്താ പറയാ അഴിച്ചു പണിത് അല്ലെങ്കിൽ ഒന്നുകൂടി പോളിഷ് ചെയ്തൊക്കെ എടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അറേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായ? ഇവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ പഠിപ്പിക്കുന്ന ശൈലികൾ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ആണോ? ആണോ ചോദിച്ചത് പറഞ്ഞേ. എല്ലാവരും ഒരേ രീതിയിലാണോ ക്ലാസ് എടുക്കുന്നേ? അല്ല. ദർ ഈസ് വേരിയേഷൻസ് അല്ലെ, വേരിയേഷൻസ് ഉണ്ട്. അത് ഓരോരുത്തരും അവരവരുടെ ഒരു ശൈലിയിലാണ് ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ ആ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അത് ഏതാണ് കുട്ടികൾക്ക് ഏറ്റവും നന്നായി നല്ല രീതിയിൽ എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഗ്രഹിക്കാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ അറിയുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ഫീഡ്ബാക്കിൽ അല്ലെ. കുട്ടികൾ അതെങ്ങനെ ഫോളോ ചെയ്യുന്നു അല്ലെ, ഞങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾ ചിലവരൊക്കെ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ ആ ഷെയർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് എവിടേക്കാണ് നമുക്ക് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പോരായ്മകളെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പോരായ്മകളൊക്കെ നികത്തി എല്ലാവരെയും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ചില ട്രെയിനിങ്ങുകളും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എംപ്ലോയീസിനൊക്കെ കുട്ടി ചെയ്തിട്ട് അപ്പൊ ചിലപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെയുള്ള മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഏരിയ അതിനെയാണ് വർക്ക്ഷോപ്പിലൂടെ ഉദ്ദേശിച്ചത്. ക്ലിയറായോ? അത് ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. So HRM has to arrange various
workshops to increase the knowledge of the employees. Employees-ന്റെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ അറേഞ്ച് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യണം. Then ഇനി എന്താ ചെയ്യേണ്ടത്? arranges meetings. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഡിസ്കസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ മീറ്റിങ്ങുകളോ സെമിനാറുകളോ സംഘടിപ്പിക്കുക. അതായത് ഇപ്പൊ എംപ്ലോയീസ് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ ആരെങ്കിലും ഹെഡോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴിയായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ അറിയിക്കുന്നു. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്യാൻ ഓൾസോ ടേക്ക് സം ഡിസിഷൻസ് ടു മേക്ക് സം മീറ്റിംഗ്സ് ആൻഡ് സെമിനാർസ്. എന്തെങ്കിലും സെമിനാറോ മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവരുടെ എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിങ്ങുകൾ സെമിനാറുകൾ സംഘടിപ്പിക്കുക. അതും HRM-ന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, then take various precautions. പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എന്ന് വെച്ചാൽ എന്താ? മുൻകരുതലുകൾ എവിടെ എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, HRM takes various precautions to prevent negligent hiring. Negligent hiring എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുതിയ ആൾക്കാർ ജോലിക്കൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താ? നമ്മള് വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് എല്ലാം വേണം. ചിലപ്പോൾ കുറെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളെ കൊണ്ടുവന്നേക്കണ ഒരു കാൻഡിഡേറ്റ് ആണ്. ഇയാളുടെ സർട്ടിഫിക്കറ്റുകളുടെ വലിപ്പവും അല്ലെങ്കിൽ ഘനവും നോക്കിയിട്ട് പോരെ ജോലിക്ക് എടുത്തിരിക്കുന്നു, വേറെ ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് എടുക്കാൻ പറ്റുമോ? അല്ല. ഇന്നത്തെ കാലത്ത് ഈ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണമോ അതിന്റെ തൂക്കമോ വലിപ്പമോ ഒന്നും അല്ല എന്താ പറയാ ഒരാൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ട കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും അവിടെ ഒട്ടനേകം ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട ചില എന്താ പറയാ മറ്റു തരം ക്വാളിഫിക്കേഷൻസും ഉണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്മാർട്ട്നെസ്, നമ്മുടെ എനർജി, നമ്മുടെ നോളജ്, സ്കില്ല്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരാളെ ഹയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പറ്റിക്കപ്പെടാൻ പാടില്ല. അപ്പൊ നെഗ്ലിജന്റ് ഹയറിംഗ് എതിരെ എന്ത് ചെയ്തോളാം? മുൻകരുതൽ എടുക്കേണ്ടത് HRM ആണ്. റൈറ്റ് പേഴ്സണെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇന്റർവ്യൂസിലൂടെയും എക്സാംസിലൂടെയും അതുപോലെ ടെസ്റ്റുകളിലൂടെയും ഒക്കെ. ഓക്കെ, then gives job specification to employees. ഓരോ ആൾക്കാരെ ജോലിക്ക് എടുക്കുമ്പോൾ ആ ജോലി ചെയ്യാൻ ഇന്ന ജോലി ആ എംപ്ലോയിയുടെ നീഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ എംപ്ലോയി എത്രത്തോളം ഏത് ജോലി ചെയ്യാനാണ് ആൾക്ക് എബിലിറ്റി ഉള്ളത് അതനുസരിച്ചിട്ടുള്ള ജോലി പ്രൊവൈഡ് ചെയ്യുക. നീഡ്സ് ഓർ റിക്വയർമെന്റ്സ് ഓഫ് ദ എംപ്ലോയിയുടെ ആവശ്യവും റിക്വയർമെന്റും ഒക്കെ അനുസരിച്ച് ആൾക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ജോലി പ്രൊവൈഡ് ചെയ്യുക. എനിക്ക് കൈകാര്യം ചെയ്യാൻ ടീച്ചിങ് ആണ് കുറച്ച് നല്ലത്, അപ്പൊ എനിക്ക് ടീച്ചിങ് തരിക. മറ്റൊരു ടീച്ചർ വന്നു, ടീച്ചർക്ക് അല്ലെങ്കിൽ ആൾക്ക് ടീച്ചിങ്ങിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യാനാണ്, അപ്പൊ ആൾക്ക് അത് കൊടുക്കുന്നു. അല്ലാതെ നീ ഇത് ചെയ്ത് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചിങ്ങിന് അത്രയധികം കഴിവില്ലാത്ത ഒരാളെ കൊടുത്തിട്ട് ഇത് പഠിപ്പിച്ച് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതായിരിക്കുമോ നല്ലത്? ആണോ? സിനിമയിൽ കണ്ട പോലെ നിനക്ക് അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ? അല്ല, അതിനൊന്നും സമയമില്ല. അതൊക്കെ പണ്ട് കാലത്ത്. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു പ്രോഫിറ്റ് ചെയ്തു അല്ലെ? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയും എളുപ്പം നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ യൂസ് ചെയ്യാം, മാക്സിമം അവരെ യൂസ് ചെയ്യാം, അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഉള്ള എംപ്ലോയീസിന്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മോട്ടിവേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിലാണ് ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പ്, അതിന്റെ എന്താ പറയാ റെപ്യൂട്ടേഷൻ എല്ലാം ഉള്ളത്, എല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. സ്പെസിഫിക് എംപ്ലോയീസിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ജോബ് റിക്വയർമെന്റ്സും നീഡ്സും അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ജോബ് എൻറിച്ച്മെന്റ്. ഇനി അടുത്ത എന്താണ്? ജോബ് എൻറിച്ച്മെന്റ് ആണ്. ഈ ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ഇതൊക്കെ അതുപോലെ തന്നെ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, ഇതൊക്കെ ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ചേഞ്ചിങ് ജോബ്, അതായത് ഒരു എന്തെങ്കിലുമൊക്കെ ജോബ് ഒരാൾക്ക് ജോലി കൊടുത്തിട്ട് ആളുടെ ജോലി സ്ഥിരമായിട്ട് അത് തന്നെ ചെയ്യിപ്പിക്കാതെ ഒന്ന് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ഇത് മാറ്റി കുറച്ചുകൂടി വേറൊരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റൊരു ജോബ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇത് കൂടുതൽ ആ ആൾക്ക് ഒരു ഇൻസ്പിറേഷൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നാളും ഈ എന്താ പറയാ ടീച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ ടീച്ചിങ് ജോലി വേണ്ട, അതിനേക്കാൾ കുറച്ചറിയാൻ നമുക്ക് കുറച്ച് എന്താ പറയാ അധ്വാനം കൂടുതൽ ഉള്ള കാര്യം തന്നെയാണ് അല്ലെ പഠിപ്പിക്കുക എന്നുള്ളത്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പഠിപ്പിക്കാന്ന് പറയുമ്പോൾ വെറുതെ ഇവിടെ വന്നിരുന്ന് വെറുതെ മാത്രം കുറെ നേരം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ.
അത് നിങ്ങളിൽ സ്ട്രൈക്ക് ചെയ്ത് നിങ്ങളുടെ എന്താ പറയാ മെമ്മറിയിൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളതിനെയാണ് നമുക്ക് യഥാർത്ഥമായ ഒരു പഠനം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെന്ന് പറയാം. അല്ലെങ്കിൽ ആരും ഇവിടെ വെറുതെ ഇങ്ങനെ മാത്രം അത് പറഞ്ഞിട്ട് പോകും. അല്ലെ? അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. നമ്മളുടെ മനസ്സിൽ അത് ഇരിക്കണം. ആ ടീച്ചർ അന്നത് പറഞ്ഞത് എന്ന് എപ്പോഴെങ്കിലും ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കണ്ട്. അല്ലെ? അത് അവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഇരിക്കണം. അതാണ്. അപ്പൊ ഏത് ജോലിക്കാരും ചെയ്യുന്ന ജോലി അവിടെ കൃത്യമായിട്ട് അത് അവിടെ ഒരു എന്താ പറയാ ഒരു മാർക്കിംഗ് പോലെ അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്പൊ അവർക്ക് കുറെ ഇൻസ്പയർ ആക്കാൻ വേണ്ടിയിട്ട് അവരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജോലി ഒന്ന് മാറ്റിയൊക്കെ കൊടുക്കുക. അല്ലെ? അതന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കും. അതന്നെ ഏതെങ്കിലും ഒരാളില്ലെങ്കിലും ആ ഒരു ജോലിയും ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെയാക്കി മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയും അതിന്. പിന്നെ ജോബ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്താണെന്ന് അറിയാം? ഈ ബോർഡം അല്ലെങ്കിൽ മൊണോട്ടണി, നമ്മൾ മടുക്കുകയില്ലേ? ഈ എപ്പോഴും ഇത് തന്നെ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. ആ ജോലിക്ക് വേറെ വല്ലതും മാറ്റി കൊടുക്കുക. അതും മറ്റൊരു രീതിയാണ്. മടുപ്പ് അല്ലെങ്കിൽ ബോറടി ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിനെയാണ് നമ്മൾ ജോബ് റൊട്ടേഷൻ എന്ന് വിളിക്കാം. അപ്പൊ മാറ്റി മാറ്റിക്കൂടെ ഈ ആഴ്ച ഇന്ന ജോലി ചെയ്യുന്നു, അടുത്ത ആഴ്ച നീ ഇന്ന മറ്റൊരു ജോലി ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എംപ്ലോയീസ് തമ്മിൽ അങ്ങനെ അറേഞ്ച്മെന്റുകളൊക്കെ ഓർഗനൈസേഷൻസ് നടത്താറുണ്ട്. പിന്നെ ജോബ് എൻലാർജ്മെന്റ് ആണ്. എന്താണ് പറയാം? അതായത് ജോബ് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഇൻക്രീസിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ കൊടുത്ത് എന്താ പറയാ നമ്മുടെ എംപ്ലോയീസിന്റെ വർക്കേഴ്സിന്റെ നീഡ്സ് ആവശ്യങ്ങള് എന്താ പറയാ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചില കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മറ്റു ജോലികളും കൂടി പ്രൊവൈഡ് ചെയ്യുക. അതാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയാം. ഇന്ന ജോലി ചെയ്യണം, അതുകൂടാതെ നിന്റെ അവരെ ഒന്നും കൂടി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരെ കുറച്ചുകൂടി ഇൻസ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യം കൂടി അറിഞ്ഞ് ഇന്നൊരു ജോലി കൂടി ചെയ്യുക. അതാണ് എൻലാർജ്മെന്റ്. നിലവിലുള്ള ജോലിയിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുന്നു. മനസ്സിലായോ? അതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാസ് ടു create a relationship between labor and management. ആരൊക്കെ തമ്മില്? ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ്. തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു കോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അവര് ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ ജോലിക്കാരും അതുപോലെ തന്നെ മാനേജ്മെന്റും തമ്മിൽ ഒരു നല്ലൊരു ബന്ധം എന്ന് വെച്ചാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ബന്ധമാണ്. എന്ന് വെച്ചാൽ ലേബറേഴ്സിന്റെ ആവശ്യങ്ങള് അവരുടെ എന്താ പറയാ ഇഷ്ടങ്ങള് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് കണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ മടിക്കരുത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ചിലപ്പോ ഒക്കെ നമുക്ക് പേടിച്ചിട്ട് എങ്ങനെ ഇവരോട് അറിയിക്കും, എങ്ങനെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് അത്ര ഒരു നല്ലൊരു അടുപ്പും ഇല്ലായെങ്കിൽ, ആത്മബന്ധമില്ലായെങ്കിൽ അത് പറയാനായിട്ട് ചിലപ്പോ അവർക്ക് ബുദ്ധിമുട്ട് വരും. അത് പാടില്ല എന്ന്. They should maintain or develop a good relation between the labor and management. മാനേജ്മെന്റ് ലേബർ തമ്മിൽ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? 14 പോയിന്റുകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഉള്ളത്. ആ പോയിന്റിന്റെ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഭാഗം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതിന്റെ എന്താ പറയാ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ പോലെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് വെറുതെ അതിന്റെ മീനിങ് തന്നെയാണ്. അത് തന്നെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല, വായിച്ചു നോക്കുക. ഓക്കെ, ബാക്കി ആ പോയിന്റുകൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഓക്കെ, യെസ്. ഇനി ഞാൻ അവിടെ ആ ഒരു 13ാമത്തെ പോയിന്റിൽ പറഞ്ഞ 13ാമത്തെ പോയിന്റിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ ആൻഡ് ജോബ് എൻലാർജ്മെന്റ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ 3 എഴുതി തരാം. ജസ്റ്റ് ഒന്ന് വെറുതെ എഴുതി വെച്ചിരുന്നു കേട്ടോ. എന്താണതെന്ന് കുഞ്ഞു സെന്റൻസ് ആയിട്ട് എഴുതി തരാം. നോട്ടിനകത്ത് നിന്നുണ്ട് അങ്ങനെ എഴുതാം. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ അതിന്റെ സൈഡിൽ അതുപോലെ എവിടെയെങ്കിലും സൈഡ് ഉണ്ടാകും, മുകളിൽ എവിടെയെങ്കിലും മാർജിന്റെ സ്ഥലത്തോ ഉണ്ടെങ്കിൽ ആ വേർഡ് ഒന്ന് എഴുതിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതി വെച്ചാൽ മതി. നോട്ടുള്ളവര് നോട്ടിൽ എഴുതിക്കോ, കുഴപ്പമില്ല. എഴുതാമോ? ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ് വായിക്കുമ്പോ എന്താണ് അത് എന്ന് വെറുതെ കുച്ച പറഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ഇന്നതാണ് ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ ഇന്നതാണ് എന്നൊന്നും അറിയാൻ വേണ്ടി മാത്രം ഒറ്റ സെന്റൻസിൽ എഴുതി തരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഏതാണ്? ജോബ് എൻറിച്ച്മെന്റ്. എന്ന് എഴുതാം, ജോബ് എൻറിച്ച്മെന്റ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം, ചേഞ്ചിങ് or improving, changing or improving
a job changing or improving a job so that a worker gets more inspired. കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ജോബ് ഒന്ന് മാറ്റി കൊടുക്കുക. കൂടുതൽ ഇൻസ്പിറേഷൻ വേണ്ടിയിട്ടാണ്. എന്താ ഇൻസ്പയർഡ്? INSPIRED. Get more inspired. 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 Okay. Next one, job rotation. Job rotation. A worker to get more inspired. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഒന്നുകൂടി പറഞ്ഞതാണ്. ഒരാൾ സംശയം ചോദിച്ചിട്ട് പറഞ്ഞതാണ്. A worker to get more inspired. അടുത്തത് job rotation. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. Job rotation explanation ആണ്. Put a hyphen and write shifting an employee. Shifting an employee from one job to another. From one job to another. To reduce reduce monotony. MONOTONY. monotony എന്ന് പറഞ്ഞാൽ എന്താ? മടുപ്പ് അല്ലേ? മടുപ്പ്. monotony or boredom. BOREDOM. അതന്നെ ബോറടിക്കുക എന്നൊക്കെ പറയില്ലേ? അതന്നെ. സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം തന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഒരു മടുപ്പ് വന്നില്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ മടുപ്പൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ചില എംപ്ലോയീസിനെ അവരിങ്ങനെ മാറി ജോലിയിൽ നിന്ന് ഇങ്ങനെ മാറി ഇടാറുണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കാം നമ്മള് ജോബ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വേർഡ് ക്ലിയർ ആകും. ഓക്കെ. നെക്സ്റ്റ് വൺ, ജോബ് എൻലാർജ്മെന്റ്. ഇത് എഴുതിക്കോ. ജോബ് എൻലാർജ്മെന്റ് എഴുതുക രാഖി. കാരണം ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. അവിടെ കംപ്ലീറ്റ് നോട്ട് എഴുതിയവർ ആരെങ്കിലും ഉണ്ടാവും, അവർ ഷെയർ ചെയ്തോളും. ഓക്കെ. ജോബ് എൻലാർജ്മെന്റ് എഴുതാം. ഹൈഫനറ്റ് എഴുതാം. ഇൻക്രീസിംഗ് INCREASING. Increasing the complication of work. Complication. COMPLICATION. Complication of work. വർക്കിന്റെ കോംപ്ലിക്കേഷൻ വർദ്ധിപ്പിക്കുക. Of work to the higher needs of workers. To the higher, HIGHER. Higher needs of workers. ജോലിക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ നിലവിലുള്ള ജോലിക്കാരുടെ ആ ജോലിയുടെ ആ ഒരു കോംപ്ലിക്കേഷൻ വർദ്ധിപ്പിക്കുക. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികളിലേക്ക് മാറ്റി കൊടുക്കുക. അതാണ് ജോബ് എൻലാർജ്മെന്റ്. മൂന്നെണ്ണം: ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ ആൻഡ് ജോബ് എൻലാർജ്മെന്റ്. ഓക്കെ. അടുത്തത് ഫങ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞാൻ കുറച്ച് എടുത്തോളൂ, കുറച്ച് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഓക്കെ. അപ്പൊ അവിടെ വരെ വായിച്ചൊക്കെ നോക്കിയിട്ട് വരാട്ടാ. ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും മാത്രമേ നമ്മളിന്ന് പഠിച്ചിട്ടുള്ളൂ. അതൊന്നുകൂടി നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് see you next day. Okay. Bye. Thank you. ഒന്ന് ആർക്കെങ്കിലും ആ നോട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ.